2012 ഞങ്ങൾ മേഘമല പോയി. എൻ്റെ ഒരു കുറച്ച് സ്റ്റിൽസാണിത്. അന്ന് ഈ കാണുന്ന ഈ ഇൻഡിക്ക വണ്ടിയിൽ ഇൻഡിക്കയുടെ ഡി എൽ ഇ അങ്ങനെയാണ് എൻ്റെ മോഡൽ പറയുന്നത്. പവർ സ്റ്റിയറിംഗ് ഇല്ല, എ സി മാത്രമേ ഉള്ളൂ. ഈ വണ്ടിയും കൊണ്ട് ഞങ്ങൾ ഈ മേഘമല പോകണം. അപ്പോൾ ഞങ്ങളത് എൻ്റെ ട്രിപ്പ് തുടങ്ങണം. ഇതിനകത്ത് എഞ്ചിൻ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ കളമശ്ശേരിയിലെ കണ്ണേർ റോഡിലേക്ക് തിരിയണ ആ പാലത്തിൻ്റെ താഴെയിട്ട് എഞ്ചിൻ ഓയിലൊക്കെ മാറി, എഞ്ചിൻ ഓയിലൊക്കെ ഒരു 5 ലിറ്റർ വാങ്ങി ഒഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ കുമരകം, കുമിളി അങ്ങനെയാണ് ഞങ്ങളൊന്ന് മേഘമലയ്ക്ക് പോകണത്. അപ്പോൾ ഞങ്ങൾ കുമിളിയൊക്കെ ചെല്ലുമ്പോൾ രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വെളുപ്പിന് 2-3 മണിയായി. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് ചെന്ന് ആ ഹെയർ പിൻ വളവെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്ത് കിടന്നുറങ്ങി ഞങ്ങൾ കണ്ണ് തുറന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല മോർണിംഗ് നല്ല രസകരമായൊരു കാഴ്ച. സൈഡിൽ വിശാലമായ മുന്തിരിത്തോട്ടം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. രാവിലെ കണ്ണ് തുറന്ന് അങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഞങ്ങൾ റോഡ് സൈഡിൽ കിടന്ന് ഉറങ്ങിയാൽ വേണ്ടിയത് അവിടെ ഇടയ്ക്കായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വയ്യ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറി. അപ്പോൾ അവർ പറഞ്ഞു ഫ്രഷ് ആകുമ്പോൾ ബാത്റൂം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിവിശാലമായ മുന്തിരിത്തോട്ടം. ഈ മുന്തിരിത്തോട്ടം മൊത്തം ഞങ്ങൾ കയറി കിടന്ന് നടന്ന് കറങ്ങി അടിച്ച് നടന്നു. അവസാനം അവിടെ നിന്ന് കുറേ മുന്തിരി, അവർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് എന്തോരം വേണമെങ്കിൽ മുന്തിരി പറിച്ചിട്ടുണ്ടായിരുന്നു. കുറേ അത് കണ്ടാനും വിഷമൊക്കെ അത് മേടിച്ചിട്ടുണ്ടാകും. എന്നാലും ഞങ്ങൾ കുറേ മുന്തിരി അതിൽ നിന്ന് പറിച്ചൊക്കെ തിന്ന് നമുക്കൊരു റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എല്ലാ ഇവിടത്തും കുറേ സ്ഥലം കിടന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ കിടന്ന് നടന്ന് ഞങ്ങൾ ലാസ്റ്റ് ഒരു വുഡൻ ഹൗസ് കാണണം. നല്ല രസകരമായിട്ട് പണിത് നല്ലൊരു വുഡൻ ഹൗസ്. അങ്ങനെ ഞങ്ങൾ ആ വുഡൻ ഹൗസിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ കറങ്ങി അടിച്ചിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ നമുക്ക് അതൊരു മനസ്സിലായ ഒരു കേസ്. ഒരു സിനിമയുടെ സെറ്റ് ഇട്ടേണ്ടായിരുന്നു. നമ്മുടെ ദിലീപിൻ്റെ ഒരു ആഗതൻ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റ് ഇട്ടത് ആ മുന്തിരിത്തോട്ടത്തിലായിരുന്നു. ആ ദിലീപിനൊക്കെ ആ വൈൻ്റെ ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ തള്ളി കണ്ടില്ല, ആ സെറ്റായിരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ആ വുഡൻ ഹൗസൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല രസമുണ്ടാകും. ഞങ്ങളത് മൊത്തം കറങ്ങി. ഏതാണ്ട് പയ്യെ ഒരു സൈഡിൽ കൂടെ അത് നശിച്ചു തുടങ്ങി. സെറ്റാണല്ലോ, അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അത് ഈ സെറ്റാണ് സാധനം നശിച്ചു തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കറങ്ങി അവിടെ നിന്ന് പിന്നെ ഫ്രഷായി ഞങ്ങൾ പിന്നെ പോയത് മേഘമലയ്ക്ക് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി ഭയങ്കര ചെറിയ വഴി, റോഡില്ല. നമ്മൾ ആദ്യം ചുമ്മാ സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടുള്ളൂ. ഞങ്ങളവിടെ ചെന്നു. കുറേ നല്ല കാറ്റ്, മലയുടെ മുകളിൽ നല്ല കാറ്റും വീശുന്നുണ്ട്. ഈ കാറും കൊണ്ട് വലിച്ച് ഞങ്ങൾ സാധനം കൊണ്ട് ഈ മലയൊക്കെ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് അവിടെ വലിയ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. നമ്മളൊന്നും ഇപ്പോൾ തേയിലത്തോട്ടം അങ്ങനെ ആദ്യം ടൂറിസ്റ്റൊന്നും വന്നു തുടങ്ങിയില്ല. ഫുഡൊന്നും കിട്ടാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല അവിടെ. ഞങ്ങളെന്തൊരു ഓംപ്ലേറ്റൊക്കെ കഴിച്ചാൽ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പയ്യെ കറങ്ങി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോന്നു. തിരിച്ച് വന്നപ്പോൾ നമുക്കൊരു വിചാരം നേരെ നാട്ടിലേക്ക് പോകണം, അതൊരു മധുര പോകണമെന്ന്. എന്നാൽ ശരി, എത്തിയതല്ലേ, നേരെ മധുരയ്ക്ക് കിട്ടുക. ഞങ്ങൾ നേരെ മധുര ഒരു 9-9:30 ഞങ്ങൾ മധുര ചെന്നു. അപ്പോൾ ആ സമയത്താണ് അമ്പലം അവിടെ അടയ്ക്കും. ഓടിച്ചാടി അമ്പലയ്ക്ക് ഒന്ന് കറങ്ങി കണ്ടടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു. തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ചെറിയൊരു എമൂൻ്റെ ഫാം, അതൊക്കെ അവിടെ നിന്ന് കയറി നിന്ന് ഇങ്ങനെ കണ്ട് ഞങ്ങളോട് പോന്നു. ഏതാണ്ട് ഞങ്ങളൊരു ഒരു ദിവസം രാത്രി ഇവിടെ നിന്ന് പോയി ഒരു ഫുൾ ഡേ അവിടെ കറങ്ങി. പിറ്റേ ദിവസം വെളുപ്പിന് ഞങ്ങളിവിടെ വന്നു. ഏതാണ്ട് 800-850 കിലോമീറ്റർ ഈ ട്രിപ്പ് മൊത്തത്തിൽ ഓടി. അതായത് ആ കൂട്ടത്തിൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാൾ ഞാൻ മാത്രമാണ്. ആ ട്രിപ്പ് മൊത്തം ഞാനാണ് വണ്ടി ഓടിച്ചത്. പക്ഷേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. അന്നിങ്ങനെ വീഡിയോസ് എടുക്കണം, അങ്ങനെ ഇത് വലിയതൊന്നും ആയില്ല. ഞങ്ങളൊരു ക്യാനോൻ്റെ ക്യാമറയിലെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളുടെ സാറ് നല്ല രീതിയിലൊന്ന് ഫോട്ടോ എടുക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് സ്റ്റിൽസാണിത്. ഇപ്പോൾ ഈ വീഡിയോൻ്റെ കാലമൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇടന്നു വന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. പിന്നെ ഒരു 2 കൊല്ലം മുന്നേ 2 കൊല്ലം മുന്നേ ഞാൻ വീണ്ടും ഈ കമ്പത്ത് ഈ മുന്തിരിത്തോട്ടത്തിനോട് ഞാൻ അന്തം വിട്ടുപോയി. അവിടെ വൻ തിരക്ക്, കണ്ടമാനം ബസ്സുകളായി കാര്യങ്ങളായി. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഒരു റെസ്ട്രിക്ഷൻസായി. ഞാൻ ഇപ്പോൾ ആലോചിക്കുക 10-13 കൊല്ലം മുന്നേ ഞാൻ വന്നപ്പോൾ എന്തോരം ഏരി ഞങ്ങൾ കറങ്ങി അടിച്ചായിരുന്നു. ഇപ്പോൾ അവിടെ ആൾക്കാരായി കാര്യങ്ങളായി എൻട്രി ഫീസായി. അവിടേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഞങ്ങളെന്നാൽ എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഇന്ന് നമുക്ക് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അങ്ങോട്ട് ചെന്നാൽ കിട്ടില്ല. കാരണം അവിടെ ആൾക്കാരുടെ ഇത് കൂടി. അപ്പോൾ ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞത്.